എല്ലാവർക്കും ടെക് ഫോർ വ്ളോഗിന്റെ കൃഷി ചലഞ്ചിന്റെ 6ാം ദിവസത്തിലേക്ക് സ്വാഗതം. ചലഞ്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. എന്റെ കയ്യിൽ വലിയ ഗ്രോ ബാഗും ചെറിയ ഗ്രോ ബാഗുകളുണ്ട്. ഇഞ്ചി മഞ്ഞൾ അങ്ങനൊക്കെ നടുമ്പോൾ ഞങ്ങൾ വലിയ ഗ്രോ ബാഗുകളാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഫ്രണ്ട്സ്, സഹായിക്കാൻ ആൾക്കാരെത്തിയില്ല. നമുക്കിനി ഇഞ്ചി നടാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 5ാം ദിവസത്തെ ചലഞ്ച് ഏറ്റെടുത്തവരുടെ ഫോട്ടോസും വീഡിയോസും കാണാം. കൃഷി ചലഞ്ച് 6ാം ദിവസം രാവിലെ 7:30. രണ്ടാളും കൂടി ചെടികൾക്ക് മുള വന്നത് ശരിയായോ എന്ന് നോക്കുവാനും വെള്ളമൊഴിക്കുവാനും വേണ്ടി പോവുകയാണ്. കൂട്ടുകാരുടെയും വിത്തുകൾ മുളച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇവരുടെ വിത്തുകൾ മുളച്ചിട്ടുണ്ട്. ചീരവിത്തുകളും മുളച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, അവര് വിത്തുകളുടെ ഒരു ബയോഗ്രാഫ് വരച്ചിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞു തരും. ആദ്യം നമ്മളെ വിത്ത് ഇത്ര ചെറിയ സീഡായിരുന്നു. പിന്നെ കുറച്ച് ദിവസം അത് മുള വന്നു. ഇപ്പൊ റാഡിക്കിൾ വന്നു. പിന്നെ അതും കൂടി വലുതായി വന്നപ്പോ കോട്ടിലിടനും പ്ലൂമൂളും വന്നു. അപ്പോൾ ഇതിനും റാഡിക്കിൾ റൂട്ടായി. പിന്നെ ഇത്തിരി വലുതായപ്പോ പ്ലൂമൂള് സ്റ്റെമ്മായി, ലീഫ് വന്നു. ഇനി നമുക്ക് കോട്ടിലിടം പോയി കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിലുള്ളത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് മണ്ണ് വളർന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് നടാൻ പോകുന്നത് പച്ചച്ചീരയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ നടാൻ പോകുന്നത് പച്ചമുളകാണ്. ഇത് ഞങ്ങളുടെ അച്ഛമ്മ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നതാണ്. ഇത് ഇപ്പോൾ ഞങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അച്ഛമ്മ സന്തോഷപൂർവ്വം തന്നതാണ്. ഈ തൈകൾ മാത്രമല്ല, അച്ഛമ്മയിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറികളുണ്ട്. പീച്ചിങ്ങ, തക്കാളി, പിന്നെ ചേമ്പ്, അങ്ങനെ കോവയ്ക്ക, അങ്ങനത്തെ വിവിധ തരത്തിലുള്ള പച്ചക്കറികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് നടാൻ പോകും. നട്ടാൽ നനയ്ക്കണം എന്നൊരു ശൈലിയുണ്ട്. നനഞ്ഞ മണ്ണാണെങ്കിൽ നട്ടാൽ ഉടനെ തന്നെ നമ്മൾ നനയ്ക്കണം. സ്കൂളിൽ പഠിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇത് പടവലങ്ങയുടെ വിത്താണ്. വേഗം മുളയ്ക്കാൻ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇനി നമുക്കിത് നടാം. നാളെ ഞാനൊരു പുതിയ കൃഷി വീഡിയോയുമായി വരാം. ബൈ. ഞാൻ നടാൻ പോവാണ്. ഞങ്ങൾ ഇന്ന് വിത്ത് പാകാനായിട്ട് പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മണ്ണും കുറച്ച് കരിയില കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്.
ആമിയുടെ കയ്യിൽ എന്താ വിത്തുള്ളത്? അതിനകത്ത് ഇട്ടോ. എന്ത് വിത്തുള്ളത്? ജിമിക്കി മുളക്. ജിമിക്കി മുളകാണ്. അപ്പൊ ജിമിക്കി മുളക് വിത്തിട്ടെ. നിങ്ങൾ വെതറിയിട്ടാ മതി. നമ്മള് ഈ കൊത്തുള്ളി മണ്ണെടുത്തിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ. ഇത് കുറച്ച് നനച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് കുറച്ച് നനച്ചു കൊടുക്കാം. ജസ്റ്റ് അങ്ങനെ. മുളക് കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് വിത്തുകളാണ്. ഇതിപ്പോൾ കുറച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഇത് പഴുത്ത് തുടങ്ങി. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഉണക്കിയിട്ട് ഇതിൻ്റെ വേറെ വിത്തുകൾ പിന്നെ വേറെ ചട്ടികൾക്ക് മാറ്റും. ഇനിയിപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അത് വേറെ ചട്ടിയിലോട്ട് ഇതിൻ്റെ വിത്തുകൾ പാകാൻ പോവാണ്. കൃഷി ചലഞ്ചിൽ ഞാൻ പങ്കാളിയാവും. ഇനി 7ാം ദിവസത്തെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം കിച്ചു.